നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധികാരത്തിന്റെ മൂന്നാം ഊഴം. മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. നേതാവായി നിർദ്ദേശിച്ച് രാജ്നാഥ് സിംഗ്. തൃശൂരിലെ തോൽവി സംബന്ധിച്ച് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. KSRTCയുടെ പുതിയ സംരംഭമായ 32 സീറ്റ് യാത്രാ സൗകര്യമുള്ള LP72 മോഡൽ ബസ് യാത്രയ്ക്കായി നിരത്തിലിറങ്ങി. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം ഇനി ചർച്ചയില്ല, നയം വ്യക്തമാക്കി ഗണേഷ് കുമാർ. ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരത്തിൽ ഇന്ത്യക്ക് ഗോൾ രഹിത സമനില. വാർത്തകൾ വിശദമായി. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി നിർദ്ദേശിച്ചു. മുതിർന്ന BJP നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ആണ് മോദിയെ NDAയുടെ നേതാവായി യോഗത്തിൽ നിർദ്ദേശിച്ചത്. മോദിയെ പ്രശംസിച്ചുകൊണ്ട് യോഗത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കുകയും ചെയ്തു. തുടർച്ചയായി മൂന്നാം തവണയാണ് മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഞായറാഴ്ചയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ആരംഭിച്ച് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മോദി എത്തിയത്. പാർലമെന്റിലേക്ക് പ്രവേശിച്ച മോദിയെ കയ്യടികളോടെയാണ് NDAയുടെ MPമാർ സ്വീകരിച്ചത്. തുടർന്ന് മോദി എല്ലാവരെയും കൈകൂപ്പി അഭിവാദ്യം ചെയ്തു. നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്ന് ചന്ദ്രബാബു നായിഡു യോഗത്തിൽ പറഞ്ഞു. പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് യോഗം നടന്നത്. NDAയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും BJP സംസ്ഥാന അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനു ശേഷം രാഷ്ട്രപതിയെ കണ്ട് മോദിയെ NDAയുടെ നേതാവായി നിശ്ചയിച്ചതായുള്ള കത്ത് നേതാക്കൾക്ക് നൽകി. ഞായറാഴ്ചയാണ് ദില്ലിയിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത്. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി അയൽ രാജ്യങ്ങളിലെ നേതാക്കൾ ദില്ലിയിലെത്തും. അതേസമയം സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിൽ TDP ഉറച്ചു നിൽക്കുകയാണ്. സ്പീക്കർ സ്ഥാനം TDPക്ക് നൽകുന്നതിൽ BJP നേതാക്കൾ ഇന്നലെ ചർച്ച നടത്തി. ചന്ദ്രബാബു നായിഡു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം BJP നൽകിയേക്കും. BJP നേതാവും നിയുക്ത തൃശൂർ MPയുമായ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക്. നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതായാണ് വിവരം. ഡൽഹിയിൽ ചേർന്ന NDA യോഗമാണ് സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാൻ തീരുമാനമെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP MPയായ സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാധാന്യം നൽകുമെന്ന് നേരത്തെ തന്നെ BJP വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, UDF സ്ഥാനാർത്ഥി K മുരളീധരൻ എന്നിവരെ തോൽപ്പിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മിന്നും പ്രകടനം. 75,079 വോട്ടിനാണ് സുരേഷ് ഗോപിയുടെ വിജയം. അതേസമയം തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെയും കേന്ദ്രമന്ത്രിസഭയിലേക്ക് BJP പരിഗണിക്കുമെന്നാണ് സൂചന. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രാജ്യസഭ അംഗമാകാനും സാധ്യതയുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരന്റെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. 10 വകുപ്പുകളുടെയെങ്കിലും ഏകോപന ചുമതലയുള്ള MP ആകുന്നതാണ് കൂടുതൽ താല്പര്യമെന്നും പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇന്ന് കേന്ദ്രമന്ത്രിയാകുമെന്ന് തീരുമാനം പുറത്തുവന്നത്. പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമെന്ന് KCBC. ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുടെ വികാരമാണ് അതത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്നും ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധം എത്രമാത്രം ശക്തമാണെന്ന് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉയർത്തി കാണിക്കുന്നുവെന്നും KCBC ചൂണ്ടിക്കാട്ടി. ജനങ്ങളോടുള്ള കേരള കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്വവും രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ഔത്സുക്യവും പ്രകടമാക്കാനും ഈ അവസരം അവർ പ്രയോജനപ്പെടുത്തണമെന്നും ജനങ്ങളുടെ പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ ഒന്നായി കാണാനും വിഭജനത്തിന്റെ എല്ലാ സാധ്യതകളെയും തള്ളിക്കളയാനും രാജ്യസുരക്ഷയ്ക്കും പൗരക്ഷേമത്തിനും വേണ്ടി യത്നിക്കാനും ഭരണഘടനയോട് വിധേയത്വം പുലർത്തുന്നതിനും രൂപീകൃതമായ പുതിയ സർക്കാരിന് കഴിയട്ടെയെന്നും KCBC ആശംസിച്ചു. മാനുഷിക, ആധ്യാത്മിക, ഭൗതിക, അജപാലന, പ്രേക്ഷിത പരിശീലന മേഖലകളിൽ കാലികമായി വരുത്തേണ്ട ഭേദഗതികളും ഉൾച്ചേർക്കലുകളും എന്തൊക്കെയെന്നും വിലയിരുത്തി. അത് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ മെത്രാൻ സമിതി ആവിഷ്കരിക്കുകയും 3 സഭകളുടെയും ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര തലവന്മാർക്ക് പ്രസ്തുത റിപ്പോർട്ട് നൽകിക്കൊണ്ട് പ്രായോഗിക നിർദ്ദേശങ്ങളും കർമ്മ പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ KCBC ആവശ്യപ്പെട്ടു. യുവജന വർഷമായി ആചരിക്കുന്ന ഈ വർഷത്തിൽ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികൾ സംബന്ധിച്ച് മെത്രാൻ സമിതി വിലയിരുത്തുകയും സഭയുടെ പ്രതീക്ഷയായ യുവജനങ്ങളുടെ ആത്മാർത്ഥത നിറഞ്ഞ സമർപ്പണത്തെ സഭ വിലമതിക്കുന്നുവെന്ന് മെത്രാൻ സമിതി പറഞ്ഞു. കേരള സഭാ നവീകരണത്തിന്റെ 3ാം ഘട്ടം മിഷൻ വർഷമായും മാർപ്പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷാചരണമായും നടത്തുന്നതിന് തീരുമാനിച്ചു. കേരളത്തിലെ 32 രൂപതകളെയും 5 മേഖലകളായി തിരിച്ച് അതാത് മേഖലകളിൽ ആഘോഷങ്ങൾ ക്രമപ്പെടുത്താൻ തീരുമാനിച്ചു. അജപാലന സാമൂഹിക വിഷയങ്ങളിൽ സഭാ നേതൃത്വത്തെയും സഭാ സംഘടനകളെയും നിരന്തരം അടിസ്ഥാനരഹിതമായി വിമർശിക്കുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നവരെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ
കാർബൺ ഉദ്വമനം പരമാവധി കുറയ്ക്കുന്നതിനുതകുന്ന ജീവിത രീതി പിന്തുടരാൻ സഭാംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇടവകകളും സ്ഥാപനങ്ങളും കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നേതൃത്വം കൊടുക്കണമെന്ന് മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു. സാമൂഹിക ഐക്യജാഗ്രതാ കമ്മീഷൻ ചെയർമാനായി മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ അഭിവന്യ യൂഹാനോൻ മാർ തെയോഡോഷ്യസിനെയും SC/ST BC കമ്മീഷൻ സെക്രട്ടറിയായി കാഞ്ഞിരപ്പള്ളി രൂപതാംഗം റവറന്റ് ഫാദർ ജോസ് കുട്ടി എടത്തിനകത്തെയും നിയമിച്ചു. എക്സിറ്റ് പോളുകളുടെ മറവിൽ ഓഹരി വിപണിയിൽ വൻ തട്ടിപ്പ് നടന്നെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നേരിട്ടുള്ള പങ്കുള്ള വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. എന്നാൽ ജൂൺ 4-ന് ഓഹരി വിപണി മാർക്കറ്റ് ഇടിയുമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നുവെന്നും ഇതിലൂടെ മോദിക്ക് അറിയാവുന്ന പലരും വൻ നേട്ടമുണ്ടാക്കിയെന്നും രാഹുൽ ആരോപിച്ചു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് വന്ന് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചതിനെ തുടർന്നാണ് 31-ന് ഓഹരി വിപണിയിൽ നിക്ഷേപമുണ്ടായതെന്നും ആരോപണ വിധേയരായ കമ്പനിക്ക് കീഴിലുള്ള ചാനലിന് നിരന്തരമായി അഭിമുഖം നൽകിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. വിദേശ നിക്ഷേപമുണ്ടാകുമെന്ന് അവർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു. ജൂൺ 3 മുതൽ 4-ാം തീയതി വൈകിട്ട് വരെ ഓഹരി വിപണിയിൽ ഈ കുതിപ്പ് നിലനിന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടുപിറകെ മാർക്കറ്റ് ഇടിയുകയായിരുന്നു. അവിടെ ചെറുകിട കച്ചവടക്കാർക്ക് കോടികൾ നഷ്ടം വന്നു. ഇതിൽ അഴിമതിയുണ്ടെന്ന് വ്യക്തമാണെന്നാണ് രാഹുലിന്റെ ആരോപണം. ആദ്യമായാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഓഹരി വിപണിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ജൂൺ 4-ന് BJP റെക്കോർഡ് സീറ്റുകൾ നേടുമ്പോൾ ഓഹരി വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് മോദി മെയ് 23-ന് പറഞ്ഞിരുന്നു. എന്നാൽ എന്തു സംഭവിക്കും എന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാമായിരുന്നു. ആയിരക്കണക്കിന് കോടിയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തി അത് തെളിയിക്കണമെന്നും രാഹുൽ പറഞ്ഞു. തൃശൂരിലെ തോൽവി സംബന്ധിച്ച് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. 18 സീറ്റുകളിൽ UDF നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ശോഭ കെടുത്താനായി ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായും VD സതീശൻ ആരോപിച്ചു. അതേസമയം തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് KPCC പ്രസിഡന്റ് K സുധാകരനും രംഗത്തെത്തി. ഇക്കാര്യം പാർട്ടി അന്വേഷിക്കുമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. അവിടുത്തെ തോൽവിയെക്കുറിച്ച് ഗൗരവമായിട്ട് അത് പരിശോധിക്കും. അത് KPCC അധ്യക്ഷൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി സ്വീകരിക്കും. എടുത്ത തീരുമാനമാണ്. അതുകൊണ്ടെന്താ തെരഞ്ഞെടുപ്പിൽ തോൽവി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്? അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ്? അല്ലല്ലോ. തെരഞ്ഞെടുപ്പിലെ തോൽവിക്കിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുക. അവിടെ മാത്രമല്ല, ചേലക്കരയിലും സിറ്റിംഗ് MP ആണ് അവിടെ പരാജയപ്പെട്ടത്, ഈ ആലത്തൂർ. ഉറപ്പായിട്ട് അതും പരിശോധിക്കും. രണ്ടും പരിശോധിക്കും ഗൗരവമായിട്ട്. ഇത് അവിടെ പഠിച്ചിട്ടില്ലല്ലോ. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ നിയോഗിക്കുമെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. UDF അത് പരിശോധിക്കും. അത് പരിശോധിച്ചിട്ടില്ലേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുള്ളൂ. നമ്മൾ മുൻകൂട്ടി കുറ്റക്കാരെ പ്രഖ്യാപിച്ച് കുറ്റക്കാരെ വിധിച്ചിട്ടാണ് നമ്മൾ അന്വേഷണ കമ്മിറ്റി വെക്കണം. ഞാനങ്ങനെ പറയുന്നതിൽ മര്യാദയോടല്ലേ ഞാനങ്ങനെ പറഞ്ഞ് ആരെങ്കിലും കുറ്റപ്പെടുത്തി കൊണ്ട് ഞാൻ സംസാരിച്ച ശരിയാണോ? KPCC ഒരു അന്വേഷണ സമിതിയെ വെക്കുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ് ഇന്ന ആളുകളൊക്കെയാണ്. നിങ്ങൾ എൻ്റെ അങ്ങനത്തെ സംഭവമൊന്നും കിട്ടില്ല. UDF നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ ശോഭ കെടുത്താനായി ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായും അതിനു പിന്നിൽ സംഘടിതമായ ഒരു അജണ്ടയുള്ളതായും VD സതീശൻ പറഞ്ഞു. 10 പേരാണ് 1 ലക്ഷം വോട്ടിന് മുകളിൽ വിജയിച്ചത്. അതിൽ 4 പേർക്ക് 2 ലക്ഷത്തിന് മുകളിലും 2 പേർക്ക് 3 ലക്ഷത്തിന് മുകളിലും ഭൂരിപക്ഷമുണ്ട്. ആ വിജയത്തിന്റെ ശോഭ കെടുത്തരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവരും തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടുണ്ട്. എന്നിട്ടും തോൽവി മാത്രം ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. K മുരളീധരനെ പൊതുരംഗത്തേക്ക് തിരിച്ചുകൊണ്ടുവരുമെന്നും മുരളീധരന് എന്ത് പദവി നൽകണമെന്നും പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. KPCC അധ്യക്ഷ പദവി നൽകുന്നതുൾപ്പെടെ ചർച്ച ചെയ്യുമെന്നും K മുരളീധരൻ ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. അദ്ദേഹം ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടുമില്ല. ഞാനായി അങ്ങോട്ട് സംസാരിച്ചു. നമ്മൾ അനുനയിപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് പോകണം. എന്ത് കൺസേൺസ്? അതുണ്ടെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യുന്നേ. പാർട്ടി ചർച്ച ചെയ്യും. ഇപ്പം ഒരു തോൽവി ഉണ്ടായതിന്റെ അകത്ത് സംഘടനാ രംഗത്തുള്ള പല പാളിച്ചയുണ്ട്. ആ പാളിച്ചയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി അതിന്റെ പുറത്ത് നടപടി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വികാരം പറഞ്ഞു. അത് സ്വാഭാവികമാണ്.
അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊരു ചെറിയ കാര്യം. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയിലെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സമരം ഒത്തുതീർപ്പായത് എല്ലാവരും കണ്ടതാണെന്നും ഇനി ചർച്ചയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം സംബന്ധിച്ച് മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തതിലും പ്രതിഷേധിച്ച് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 10 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ടെസ്റ്റ് നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ അംഗീകൃത പരിശീലകർ ഹാജരാകണമെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തതാണ് വീണ്ടും പ്രതിസന്ധി ഉടലെടുക്കാൻ കാരണം. ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലകരോ സ്കൂൾ ഉടമകളോ ഗ്രൗണ്ടിൽ കയറരുതെന്ന് മുൻപ് ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലറിന് വിരുദ്ധമാണ് പുതിയ നിർദ്ദേശമെന്നും മോട്ടോർ വാഹന നിയമത്തിൽ ഈ വ്യവസ്ഥയില്ലെന്നും സ്കൂൾ ഉടമകളും ജീവനക്കാരും പറയുന്നു. എന്നാൽ ചില ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർക്ക് മതിയായ യോഗ്യതയില്ലെന്നും അതിനാലാണ് ഗ്രൗണ്ടിൽ ഹാജരാക്കാത്തത് എന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ വാദം. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പഴക്കം 18 വർഷമായി ഉയർത്തിയെങ്കിലും 22 വർഷമാക്കണമെന്നാണ് CIT യൂണിയൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം സംബന്ധിച്ച് മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തതിലും പ്രതിഷേധിച്ച് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം പുറത്തുവന്നിരിക്കുന്നത്. KSRTCയുടെ പുതിയ സംരംഭമായ 32 സീറ്റ് യാത്രാ സൗകര്യമുള്ള LP72 മോഡൽ ബസ് യാത്രക്കായി നിരത്തിലിറങ്ങി. തിരുവനന്തപുരത്ത് ചാക്കയിൽ മന്ത്രി ഗണേഷ് കുമാർ ബസ് ഓടിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. 2.3 മീറ്റർ വീതിയും 8.63 മീറ്റർ നീളവുമുള്ള AC സൗകര്യമില്ലാത്ത ഓർഡിനറി ബസ് നഗര ഗ്രാമാന്തരങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന് വിനിയോഗിക്കും. 2 ദിവസം ഈ ബസിന്റെ ട്രയൽ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. പുതിയ വണ്ടിയിലേക്ക് മാറുന്നതോടുകൂടി ഡീസൽ ലാഭിക്കാമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി പുതിയൊരു ആപ്പ് KSRTC ഇന്നലെ മുതൽ ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. പുതിയ ഈ ബസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി ബസ്സുകളെ മാറ്റുന്നതിന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ നഗരങ്ങളൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഉൾപ്രദേശങ്ങളും മലയോര മേഖലയിലും പഴയ വണ്ടി മാറ്റിക്കൊണ്ട് പുതിയ ഓർഡിനറി ബസ്സുകൾ 30 സീറ്റാണ് ഈ വണ്ടിയുടെ കപ്പാസിറ്റി. നിന്ന് പോകാനും കഴിയും. എല്ലാ ഗ്രാമീണ മേഖലയിലെ ഒരു ഗവൺമെൻറ് ഒരു പോളിസി തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ധാരാളം പുതിയ റോഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പൊതുഗതാഗതം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഗ്രാമീണ മേഖലയിൽ പോകുമ്പോൾ വണ്ടികൾ ആളില്ലാതെ പോവുകയാണ്, ഡീസൽ വെറുതെ പോവുകയാണ്. അപ്പോൾ ഡീസൽ ലാഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ വണ്ടിയിലേക്ക് മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ട്രയലാണ് ഈ വണ്ടി. നാളെ മുതൽ കൊല്ലം ജില്ലയിലും 10 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലകൾ നമ്മൾ ട്രയൽ നടത്തും. വണ്ടി മലയോര മേഖലയിൽ കയറി പോകുന്നുണ്ടോ, ഇടവഴിയുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രയൽ വെച്ചിരിക്കുന്നത്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ചില വിദ്യാർത്ഥികൾക്ക് 718, 719 മാർക്കുകൾ ലഭിച്ച വിഷയത്തിൽ വിശദീകരണവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല. ചില വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയവും പരീക്ഷ എഴുതാനായിട്ടില്ല. ഇവർക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചതിനാലാണ് ഇത്തരത്തിൽ മാർക്ക് വന്നതെന്ന് പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ NTA വിശദീകരണം. ഈ വർഷം ജൂൺ 14 പ്രസിദ്ധീകരിക്കാനിരുന്ന പരീക്ഷാ ഫലം 10 ദിവസം മുൻപ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തിൽ പ്രസിദ്ധീകരിച്ചതും കൂടുതൽ പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതിലും ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ രംഗത്തു വന്നിരുന്നു. നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഗ്രേസ് മാർക്ക് അനുവദിച്ചിരിക്കുന്നത്. 67 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതിലും ക്രമക്കേടില്ലെന്നാണ് NTA വിശദീകരണം. രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഇതിനു പിറകിലെന്ന് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാഥ് ആരോപിച്ചു. ഒരേ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ ആളുകൾക്കും മുഴുവൻ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. നെഗറ്റീവ് മാർക്ക് സിസ്റ്റം നിലനിൽക്കുന്ന പരീക്ഷയിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് 718, 719 എന്നിങ്ങനെ മാർക്കുകൾ ലഭിക്കുന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളടക്കമുള്ളവർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശദീകരണവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എത്തിയത്. വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ അവിടെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുന്നു.
പ്രിയങ്കയോട് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ UDF നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നതായും ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് അവർ കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാഹുൽ റായ്ബറേലി ഉപേക്ഷിച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJP വിജയിക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. എന്നാൽ വയനാട്ടിൽ അത്തരമൊരു സാഹചര്യമില്ലാത്തതിനാൽ വയനാട് പ്രിയങ്കയ്ക്ക് സുരക്ഷിതമായ ഇടമാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ തുടരുന്നത് നേട്ടമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രിയങ്കയോട് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ UDF നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നതായും ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് അവർ കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അനൌദ്യോഗിക ചർച്ചയും പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചു. സുനിൽ ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ മികച്ച കളി പുറത്തെടുത്തിട്ടും കുവൈറ്റിനോട് ഇന്ത്യ ഗോൾ രഹിത സമനില വഴങ്ങുകയായിരുന്നു. ഛേത്രിയുടെ അവസാന മത്സരം കാണാൻ 50,000-ലേറെ കാണികളാണ് സാൾട്ടിലേക്ക് എത്തിയത്. സുനിൽ ഛേത്രിയുടെ ഓരോ ടച്ചും അവർ നിറഞ്ഞ കൈയടികളാൽ ആവേശകരമാക്കി. പരിക്കേറ്റ സന്ദേശ് ജിങ്കാന്റെ അഭാവത്തിൽ നിഖിൽ പൂജാരി, രാഹുൽ ബേക്കെ, അൻവർ അലി, ജയ് ഗുപ്ത എന്നിവരെ പ്രതിരോധത്തിന്റെ ചുമതലയേൽപ്പിച്ചാണ് ഈഗോർ സ്റ്റിമാഷ് ടീമിനെ ഇറക്കിയത്. ലാലിയൻ സുവാല ചാങ്തെ, അനിരുദ്ധ് താപ്പ, സുരേഷ് സിംഗ്, ലിസ്റ്റൺ കൊലാസോ എന്നിവരായിരുന്നു മധ്യനിരയിൽ. മുന്നിൽ ഛേത്രിയെയും തൊട്ടുപിന്നിൽ സഹൽ അബ്ദുൾ സമദിനെയും ഇറക്കി 4-4-1-1 ഫോർമേഷനിലാണ് ടീം ഇറങ്ങിയത്. കിറ്റ് സ്പോൺസർമാരായ പെർഫോമാക്സ് ആക്റ്റീവ് വെയർ പുറത്തിറക്കിയ പുതിയ ജേഴ്സി ധരിച്ചായിരുന്നു ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരത്തിൽ ഇന്ത്യൻ ടീം കളത്തിലിറങ്ങിയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിക്കാനാണ് ഇരു ടീമും ശ്രമിച്ചത്. 4-ാം മിനിറ്റിൽ തന്നെ ഇന്ത്യൻ ബാക്ക്ലൈൻ കടന്ന് മുഹമ്മദ് അബ്ദുള്ളയിലൂടെ കുവൈറ്റ് ഒരു മുന്നേറ്റത്തിന് ശ്രമിച്ചെങ്കിലും ഗോൾ കീപ്പർ ഗുർപ്രീതിന്റെ സമയോചിതമായ ഇടപെടൽ രക്ഷയായി. എന്നാൽ മത്സരം 10 മിനിറ്റ് പിന്നിട്ടതോടെ ഇന്ത്യ കളം പിടിച്ചു. ലിസ്റ്റൺ കൊലാസോയും സുനിൽ ഛേത്രിയും ചേർന്നുള്ള ഒരു മുന്നേറ്റം ഏറെ പണിപ്പെട്ടാണ് കുവൈറ്റ് പ്രതിരോധം തടഞ്ഞത്. പിന്നാലെ അനിരുദ്ധ് താപ്പയുടെ ക്രോസിൽ തലവെച്ച അൻവർ അലിക്ക് ലക്ഷ്യം കാണാനായില്ല. തുടർന്ന് കുവൈറ്റിനുമേൽ പ്രസ്സിംഗ് ഗെയിം പുറത്തെടുത്ത ഇന്ത്യ തുടർച്ചയായി എതിരാളികളുടെ ഗോൾമുഖം വിറപ്പിച്ചു. ഇതോടെ ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.